ഒരു ബിസിനസ് പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? വലിയൊരു സാമ്പത്തിക തകർച്ച വരുമ്പോൾ മാത്രമല്ല, നമ്മൾ തന്നെ വരുത്തുന്ന ചില ചെറിയ പിഴവുകൾ, വീഴ്ചകൾ, ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. നോർമലി എല്ലാവരും നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ട് പ്രൊഡക്റ്റും ഷോപ്പൊക്കെ സെറ്റാക്കും. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിങ്ങോ പ്ലാനിങ്ങോ ഇതൊന്നും ഓരോ മൈൻഡിലേ ഉണ്ടാവില്ല. ഇതിൻ്റെ അടുത്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ആൾക്കാർ ഇന്നെ തന്നെ തെരഞ്ഞു പിടിച്ച് വരും എന്നുള്ള ചിന്ത അതൊക്കെ വെറുതെയാണ്. കാരണം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് വരെ, ഉദാഹരണത്തിന് നിങ്ങളെ പ്രൊഡക്റ്റിൻ്റെ അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത സെയിം കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് വരെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ മാർക്കറ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ ഇപ്പം നടക്കുന്ന സെയിൽസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കാത്ത ഒരു രൂപത്തിലേക്കുള്ള സെയിൽസ് ആയിട്ട് മാറും. നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ച് അത് ആൾക്കാരെ അറിയണില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ഇതോടുകൂടി അവസാനിക്കും. അതുപോലെ തന്നെയാണ് കാലത്തിനനുസരിച്ച് മാറാതിരിക്കുന്നതും. നിലവിൽ സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ബാക്ക് അടിച്ച് തുടങ്ങും. കാരണം നമ്മളെ ബിസിനസ് സ്പീഡ് കുറഞ്ഞു വരികയാണ്. വേറെ പലരും ഹൈ സ്പീഡിൽ വരുന്നുണ്ട്, ഓര് നമ്മളെ ഓവർടേക്ക് ചെയ്യും ഉറപ്പാണ്. നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്തോളി, വെറുതാവില്ല.